this backwater source? 220 കിലോമീറ്ററാണ് വേമ്പനാട് കായലിൻ്റെ ലെങ്ത് വരുന്നത്. ഈ ഭാഗങ്ങളിലായിട്ട് 16 മുതൽ 20 മീറ്ററാണ് ഡെപ്ത്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി വി ആർ പാസിംഗ് ത്രൂ ദ വേമ്പനാട് ബാക്ക് വാട്ടേഴ്സ്. The estimate length of this water source is around 220 kilometers and the estimate depth in these regions are 16 to 20 meters. Okay, so നമ്മുടെ 3 മണ്ണമാന്തി കപ്പലുണ്ട്. നമ്മുടെ വിശാഖപട്ടണത്തിൽ നിന്ന് ലീസിന് എടുത്തിട്ടുള്ള അവർ ഓരോ ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യും, ഡ്രഡ്ജിങ് നടത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു കായലിൻ്റെ ആഴം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വലിയ കപ്പലുകൾക്ക് വരാൻ സാധിക്കുന്നത്. ഓക്കെ, സോ കണ്ടിന്യൂസ് ഡ്രഡ്ജിങ് ഈസ് ഗോയിങ് ഓൺ ഹിയർ. ദാറ്റ്സ് ഹൗ വി മെയിൻറ്റെയിൻ ദ ഡെപ്ത് ഓഫ് ദിസ് ഏരിയ ആൻഡ് ദാറ്റ്സ് ഹൗ ദ ബിഗ് വെസൽസ് ആർ ഗെറ്റിംഗ് എൻട്രി ഇൻ ടു ദിസ് ഏരിയ. ദർ ഈസ് നോ ഡെപ്ത് മീൻസ് നോ ബിഗ് വെസൽസ് ക്യാൻ എൻ്റർ ദിസ് വാട്ടർ സോഴ്സ്. ഓക്കെ, ഇനി നിങ്ങൾ നമ്മുടെ വെസലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറയുന്ന ലുലു ഗ്രൂപ്പിൻ്റെ 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ്. MA യൂസഫ് അലിയുടെ 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, so there we have the Grand Hyatt, the 5 star luxury hotel of the Lulu Group. You should be familiar with Lulu Group, right? Lulu, yeah, very good. Okay, that's nice to know. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ ഇതിൻ്റെ മുൻവശത്തൂടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ട് ഇത് കാണാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അത്യാവശ്യം നല്ല ഹൈറ്റിൽ മതിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കൊച്ചിയുടെ ഏകദേശം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 60% സ്ഥലങ്ങളും നിങ്ങൾക്കൊരു ബോട്ട് യാത്രയിലൂടെ കാണാൻ സാധിക്കും. ബാക്കി വരുന്നത് നമ്മുടെ മട്ടാഞ്ചേരിയുടെയും ഫോർട്ട് കൊച്ചിയുടെ അകത്തായിട്ടാണ് പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് ഒക്കെ. ബാക്കി ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. Like you guys can explore around 60 to 65% of the beauty of Kochi by a boat ride itself. Okay, rest of the 30-35% remains inside the Mattancherry and Fort Kochi region. നിങ്ങൾ നമ്മുടെ റൈറ്റ് സൈഡിൽ ഫ്രണ്ടിലായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കോണുകളൊക്കെ കാണുന്നുണ്ട്. അവിടെ ആയിട്ട് മീൻസ് ആ കോൺ ഷേപ്പുകൾ അവിടെ ആയിട്ടാണ് നമ്മുടെ MA യൂസഫ് അലിയൊക്കെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഹെലിപാഡ് വരുന്നത്. അവിടെ ആയിട്ടാണ് ആ ഭാഗത്തായിട്ട് അവിടെ അങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നുണ്ടില്ല. ആ ഒരു ഭാഗത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഹെലിപാഡൊക്കെ വരുന്നത്. ഇറ്റ്സ് ദ ലൊക്കേഷൻ ഓഫ് റിസോർട്ട്. ഓക്കെ, ഇനി നിങ്ങൾ നമ്മുടെ റൈറ്റ് സൈഡ് പാലങ്ങൾ നമ്മുടെ എറണാകുളത്തിനെ നമ്മുടെ ഈ കാണുന്ന വല്ലാർപാടം ഐലൻഡും വൈപ്പിനുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നത് ഒരു പാലങ്ങളുടെ നെറ്റ്വർക്കാണ്. ആ പാലങ്ങളുടെ നെറ്റ്വർക്കിനാണ് ഗോസരി പാലങ്ങൾ എന്ന് പറയുക. 2000-ന്റെ ആദ്യങ്ങളിലായിട്ട് ഗവൺമെൻറ് കൺസ്ട്രക്ട് ചെയ്തതാണ്. So these are the bridges which connect this Ernakulam town with the islands. Okay, we have a few islands here. So every island and this town is connected by a network of bridges known as Gosari bridges. It was constructed in the beginning of 2000s.
കൊച്ചിയിലേക്കും ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിലേക്കും വെറും 10 മിനിറ്റിൻ്റെ അകത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാം. ഇത് നിങ്ങൾ റോഡ് വഴി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണൊടിച്ച് നോക്കിയാൽ മതി. ഈ കായലിനെ ചുറ്റി വളഞ്ഞു വരണം. ഏകദേശം 30 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടത് വെറും 10 മിനിറ്റിൻ്റെ അകത്ത് ഇവർ ക്രോസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ക്യൂ ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഓടി കയറാനുള്ള ഒരു സൗകര്യം ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ശനിയും ഞായറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ 1 മണിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു 12-11:30 ഇവിടെ ക്യൂവിൽ എത്തുന്നതാണ് നല്ലത്. ഓക്കെ, അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടാവും. നിങ്ങൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ റോറോ സർവീസ് വരുന്നത് കാണാം. 2 സർവീസ് ഉണ്ട് പൊതുവെ, ഒന്നേ അധിക സമയത്തും വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ അഴിമുഖം കടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കടലിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ നമുക്ക് ഈ ബോട്ടിൽ കടലിൻ്റെ അകത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ കടലിൻ്റെ അകത്താണുള്ളത്. ഇതിൽ കൂടുതൽ നമ്മുടെ അകത്തേക്ക് പോവില്ല. സോ ഇതാണ് നമ്മുടെ അഴിമുഖം വരുന്നത്. കായലും കടലും ഒന്നാകുന്ന പോയിന്റാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഈ വലകൾ ചീഞ്ഞവല. ചീനവല. ഓക്കെ, ഇതാണ് നമ്മുടെ ചീനവലകൾ. ഓക്കെ, സോ നമ്മുടെ ഇതിപ്പോഴും വർക്കിംഗ് ആണ്. ഒരു ലിവർ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് നേരെ നോക്കിയാൽ അതിൽ വരുന്നത്. ഓക്കെ, ഇനി അവിടെ 2 ടാങ്കുകൾ കണ്ടോ? 2 വലിയ ടാങ്കുകൾ. അതാണ് LNG ടെർമിനൽ, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് സ്റ്റോർ. ഓക്കെ. സോ എങ്ങനെയുണ്ട് കുട്ടികളെല്ലാവരും ഇരുത്തിക്കോളൂ കേട്ടോ. അവർക്ക് ബാലൻസ് കിട്ടാതെ പോയി വീഴണ്ട. എങ്ങനെയുണ്ട്? ആട്ടം കിട്ടുന്നുണ്ടോ? അത് ചെന്തെങ്കിൻ്റെ കൊലയെന്നുണ്ടെങ്കിൽ ആടും. അത് നമുക്ക് പണ്ടേ അറിയുന്ന കാര്യമാണ്. സോ ഇല്ല അത് വരും. ഓക്കെ, അത് നമ്മൾ തിരിക്കുന്നത് കൊണ്ട് സൈഡിൽ നിന്ന് കിട്ടുന്നതാണ്. ഇന്ന് കടയിൽ ഒരുപാട് ശാന്തമാണ്, അതുകൊണ്ടാണ് ഇത്ര ചെറിയ ആട്ടം. ഓക്കെ, വലിയ തിരമാലകളാണെന്നുണ്ടെങ്കിൽ വലിയ അതുപോലെ എന്ത് ചെയ്യും, എല്ലാ വീടുകൾക്കും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തും. അപ്പോൾ ഇനി കുറ്റി തീർന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, സുന്ദരേശനെയും സുക്കൂറിനെയും ഒന്നും കയറി വിളിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, പോയി പൈപ്പ് തുറന്നാൽ വെള്ളം വരുന്ന പോലെ അതേപോലെ ബില്ലും വരും. ഓക്കെ, അതാണ് ആ പദ്ധതി. മുകളിൽ. സോ ഇവരെ വിചാരം വെള്ളത്തിന്റെ അടിയിലൂടെയാണ് വാട്ടർ മെട്രോ പോകുന്നത്. അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ പുറത്തുനിന്ന് വരുന്നവർക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇതാണ് ബ്രിണ്ടൻ ബോട്ട്യാർഡ്. പണ്ടൊരു ബോട്ട്യാർഡായിരുന്നു. അത് ഇന്ന് ഒരു ഹോട്ടലായിട്ട്, റെസ്റ്റോറൻ്റ് ആയിട്ട് അവർ പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ ഇനി ഞാൻ പറഞ്ഞല്ലോ, വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്ത പള്ളി വരുന്നത് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ. ഫോർട്ട് കൊച്ചി ബീച്ച്, ഫോർട്ട് കൊച്ചി വാസ്കോ ഡ ഗാമയുടെ. കാരണം 14 വർഷങ്ങൾക്ക് മുൻപ് എന്ത് ചെയ്തു, പോർച്ചുഗീസ് അതോറിറ്റീസ് നമ്മുടെ ഗവൺമെന്റിന്റെ പെർമിഷൻ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കല്ലറ തുറന്ന് വാസ്കോ ഡ ഗാമയുടെ ബോഡി റിമൈനിങ്സ് അദ്ദേഹത്തിന്റെ ജന്മഭൂമിയിലേക്ക് തന്നെ കൊണ്ടുപോയി. അതാണ് വാസ്തവം. അതുകൊണ്ട് നമുക്ക് ആ പള്ളിക്കകത്ത് പോകുവാനും പ്രവേശിക്കാനൊക്കെ പറ്റും, കാണുവാനും പ്രവേശിക്കാനോ അതിനൊന്നും വിഷയമില്ല. നമ്മൾ ചെരുപ്പിടാനോ സംസാരിക്കാനോ പാടില്ല അകത്ത്. ഇനി ഈ കാണുന്നതാണ് ആസ്പിൻ വാൾ കെട്ടിടം. നിങ്ങൾ ഈ ഭീഷ്മപർവം എന്ന് പറയുന്ന മൂവി ഇല്ലേ, അതിൻ്റെ അകത്തൊരു ഗോഡൗണിൽ വെച്ചിട്ടുള്ള ഫൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഇവിടെ ഒരുവിധം സമയങ്ങളിലൊക്കെ ആയിട്ട് ഷൂട്ടിങ് തന്നെയാകും, സിനിമ ഷൂട്ടിങ്ങുകൾ തന്നെയാകും. പിന്നെ നമ്മുടെ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന മൂവി ഇല്ലേ മമ്മൂട്ടിയുടെ, അതിൽ ആ ഇന്റർവെൽ സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനാണ് ഈ കാണുന്നത്. മീൻസ് അവർ ലാസ്റ്റ് ഇരുന്നാണ്ട് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, മീൻസ് ഇനി എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സീനുകളൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻസ് ഒക്കെ വരുന്നത് ഇവിടെ ആയിട്ടാണ്.
നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആർച്ച് കാണുന്നതുണ്ടോ? അവിടെ ആയിട്ട് ഒരു ആർച്ച് കണ്ടോ? ഒരു പാലൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്, അടിയിൽ പച്ച കളർ പെയിന്റ് അടിച്ചൊരു പാലം കണ്ടോ? അതിന്റെ മുൻവശത്തായിട്ട് ഒരു ആർച്ച് കാണുന്നുണ്ടോ? കണ്ടോ? ആ ലൊക്കേഷൻ ഏതാന്ന് മനസ്സിലായോ? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയിലുള്ള ലൊക്കേഷനാണ്. അതറിയാന്നല്ലേ? അതെ, ഏത് മൂവിയിലാണ് വന്നതെന്ന്. ഈ കാണുന്നത് ഇത് വേറൊരു കഫേ ആയിട്ടാണ് വരുന്നത്. ഇത് ഈ പച്ച കളറ് പാലൊക്കെ വരുന്നതുണ്ടോ? ആ സൈഡിൽ ചെടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു പാലം. ഇതാണ് നമ്മുടെ പ്രേമം എന്ന് പറയുന്ന മൂവിയില് അവർ കേക്ക് കഴിക്കാൻ വരുന്ന കഫേ ആയിട്ട് ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ കൊച്ചിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുരുക്കത്തിൽ പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ കാണുന്നതൊക്കെയാണ് നമ്മൾ ഈ പാസ് ചെയ്യുന്ന ഏരിയയിൽ പ്രധാനമായിട്ട്